ഇനി നമ്മൾ പോകുന്നത് 24 കൊണ്ടുവന്ന ഈ വാർത്താ ദിനത്തിലെ വലിയ വാർത്തയിലേക്കാണ്. 24 ബിഗ് എക്സ്ക്ലൂസീവ്. വിധി ദിനത്തിൽ രണ്ടാം പിണറായി സർക്കാരിനും CPIM-നും നേർക്ക് രാഷ്ട്രീയ ബോംബുമായി മുതിർന്ന CPM നേതാവ് EP ജയരാജന്റെ ആത്മകഥ. പാർട്ടിയും സർക്കാരും തെറ്റുകൾ തിരുത്തണമെന്ന് EP ജയരാജന്റെ ആത്മകഥയായ കട്ടൻ ചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതത്തിൽ പറയുന്നു. ഇതടക്കം CPM-നെ പ്രതിരോധത്തിലാക്കുന്ന ഭാഗങ്ങൾ DC ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന ആത്മകഥയിലുണ്ട്. പുസ്തകത്തിലെ വിവരങ്ങൾ 24 പുറത്തുവിട്ടതോടെ പ്രതികരണവുമായി EP ജയരാജൻ രംഗത്ത് വന്നു. ആത്മകഥ എഴുതിക്കൊണ്ടിരിക്കുകയാണെന്നും പുസ്തകം പ്രസിദ്ധീകരിക്കാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നുമായിരുന്നു EP ജയരാജന്റെ ആ പ്രതികരണം. എൻ്റെ ആത്മകഥ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അത് പ്രസിദ്ധീകരിക്കാൻ ഒരാളെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. ഞാൻ എഴുതിയിടത്തോളമുള്ള കാര്യങ്ങൾ അത് പ്രിൻ്റ് ചെയ്യുന്നതിന് വേണ്ടി ആരെയും ഏൽപ്പിച്ചിട്ടില്ല. അത് ടൈപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയാണ്. ഇത് എഴുതിയിടത്തോളമുള്ള കാര്യം. ഇന്ന് വന്നിട്ടുള്ള ഒരു കാര്യവും ഞാൻ എഴുതിയതല്ല. ആ തെരഞ്ഞെടുപ്പ് ദിവസം പാർട്ടിക്കെതിരായി വാർത്തകൾ സൃഷ്ടിക്കാൻ ബോധപൂർവം മാനിക്കുലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇത് സംബന്ധിച്ച് ശക്തമായ നിയമ നടപടി സ്വീകരിക്കും. ഞാൻ എൻ്റെ പുസ്തകം പ്രസിദ്ധീകരിക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഇനി ഏതായാലും എൻ്റെ പുസ്തകം അധികം താമസിയാതെ തന്നെ ഞാൻ പ്രസിദ്ധീകരിക്കും. EP ജയരാജൻ നിഷേധിച്ചെങ്കിലും 24 വാർത്ത DC ബുക്സ് സ്ഥിരീകരിച്ചു. എന്നാൽ സാങ്കേതിക കാരണങ്ങളാൽ പുസ്തകത്തിന്റെ പ്രസാധനം നീട്ടിവെക്കുന്നതായും DC ബുക്സ് അറിയിക്കുന്നുണ്ട്. ടോബി ജോൺസൺ ആണ് ഈ വിവരം പുറത്തു കൊണ്ടുവന്നത്. ടോബി ജോൺസൺ നമ്മളോടൊപ്പം ചേരുന്നു വിശദാംശങ്ങളുമായി. അതോടൊപ്പം R ശ്രീജിത്തും ദീപക് ധർമ്മടവും നമ്മളോടൊപ്പമുണ്ട്. ടോബി, ഈ വാർത്തയ്ക്ക് ഏറ്റവും വലിയ സ്ഥിരീകരണം DC ബുക്സിന്റെ തന്നെ അവർ പുറത്തുവിട്ടിരിക്കുന്ന വിവരങ്ങളാണ്. പ്രസിദ്ധീകരണം അല്പം മാറ്റിവെച്ചിരിക്കുന്നു എന്നതാണത്. കട്ടൻ ചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം എന്ന EP ജയരാജന്റെ ആത്മകഥ പ്രസിദ്ധീകരിക്കാൻ ആർക്കും കൊടുത്തിട്ടില്ല എന്ന് EP ജയരാജൻ പറയുകയും ഈ വാർത്തയെ നിഷേധിച്ചതും അവിടെ നിൽക്കട്ടെ. എന്താണ് ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കം? ഏതൊക്കെ ഭാഗങ്ങളാണ് വിവാദമായിരിക്കുന്നത്? എന്താണ് EP ജയരാജന്റെ പാർട്ടിയോടും ഈ സർക്കാരിനോടുമുള്ള EP ജയരാജന്റെ സമീപനം? ഒരുപാട് വിവാദങ്ങളുടെ കേന്ദ്രബിന്ദുവായിരുന്നയാളാണ് EP ജയരാജൻ. ആ വിവാദങ്ങളിൽ EP ജയരാജൻ സ്വയം തന്റെ ഭാഗം ന്യായീകരിക്കുകയാണോ ഈ ആത്മകഥയിൽ? തീർച്ചയായിട്ടും അദ്ദേഹത്തിനെതിരെ ഉണ്ടായ ആരോപണങ്ങളെല്ലാം അദ്ദേഹം ന്യായീകരിക്കുന്നു. അല്ലെങ്കിൽ അദ്ദേഹത്തിന് പറയാനുള്ളതെല്ലാം കഴിഞ്ഞ കുറെ നാളുകളായി അദ്ദേഹം രാഷ്ട്രീയത്തിൽ വലിയ വിവാദങ്ങളിലൊക്കെ പെടുന്നു. പലപ്പോഴും ഒരു കുറ്റക്കാരനെ പോലെ ആകുന്ന ഒരു സാഹചര്യമൊക്കെയുണ്ട്. അതുകൊണ്ട് തന്നെ അതിലെല്ലാം തനിക്ക് പറയാനുള്ളത് എന്ത് എന്ന് വിശദീകരിക്കുകയാണ് EP ജയരാജൻ ചെയ്തിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റപ്പെട്ടതിന് ശേഷം അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് തനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം താൻ ഇറക്കുന്ന പുസ്തകത്തിലൂടെ പറയുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ കാര്യങ്ങളെല്ലാം തന്നെ, അതായത് ആദ്യം ഈ പുസ്തകം തുടങ്ങുന്നത് തന്നെ അദ്ദേഹത്തിന്റെ പഴയ രാഷ്ട്രീയ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടാണ്. അതിനുശേഷമാണ് ദേശാഭിമാനിയുടെ ചുമതലയിൽ ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായ സാന്റിയാഗോ മാർട്ടിനുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ, അതോടൊപ്പം തന്നെ അതിനുശേഷം വരുന്ന മറ്റ് രാഷ്ട്രീയ വിവാദങ്ങളിലെല്ലാം തന്നെ കൃത്യമായ മറുപടി അദ്ദേഹം പറയുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം. അതിലധികം അദ്ദേഹം കൃത്യമായി പറയുന്നു, താൻ ഇല്ലാതിരുന്ന സെക്രട്ടേറിയറ്റിലാണ് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നത്. അതുകൊണ്ട് ഒപ്പം തന്നെ കേന്ദ്ര കമ്മിറ്റി അംഗമായിരിക്കുന്ന തനിക്കെതിരെ നടപടി എങ്ങനെ എടുക്കും, അത് കേന്ദ്ര കമ്മിറ്റിയാണ് എടുക്കേണ്ടത് അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ഒപ്പം തന്നെ സർക്കാരിന്റെ വിലയിരുത്തലിനെ കുറിച്ച്, ഒന്നാം സർക്കാരിന് വലിയ മതിപ്പുണ്ടായിരുന്നു ആളുകൾക്കിടയിൽ, എന്നാൽ രണ്ടാം സർക്കാരിന്റെ പ്രവർത്തനം തൃപ്തികരമല്ല എന്നുള്ളൊരു വിമർശനം കൂടി അദ്ദേഹം മുന്നോട്ട് വെക്കുന്നു. കൂടാതെ പ്രകാശ് ജാവ്ദേക്കറുമായിട്ടുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള വിശദീകരണവും അദ്ദേഹം നൽകുന്നുണ്ട്. പൂരവിവാദത്തിൽ സ്വീകരിക്കുന്ന നിലപാടുകളെ കുറിച്ചും അദ്ദേഹം പറയുന്നു. അതോടൊപ്പം തന്നെയാണ് ഏറ്റവും ഒടുവിൽ ഇന്നത്തെ ദിവസം ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള, അതായത് പാലക്കാട്ടെ സ്ഥാനാർത്ഥിയെ കുറിച്ചുള്ള ഒരു പരാമർശം അദ്ദേഹം നടത്തിയത്. മറുകണ്ഠം ചാടി വരുന്നവരെ ഇങ്ങനെ സ്ഥാനാർത്ഥികളാക്കിയാൽ അത് പാർട്ടിക്ക് വലിയ ദോഷമുണ്ടാകും, അത് വരും ദിവസങ്ങളിൽ അത് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു എന്നുള്ള പരാമർശം. ഒപ്പം തന്നെ ചേലക്കരയിലെ PV അൻവറിന്റെ സ്ഥാനാർത്ഥിയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, അത് LDFന് ദോഷമുണ്ടാക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ അദ്ദേഹം കടന്നുപോയ വിവാദങ്ങളിലെല്ലാം അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ, ഒപ്പം തന്നെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, സർക്കാരിന്റെയും അതുപോലെ തന്നെ പാർട്ടിയെയും കുറിച്ചുള്ള ചില വിമർശനങ്ങൾ, പാർട്ടിയും സർക്കാരും തിരുത്തേണ്ട സാഹചര്യം ഉണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ പുസ്തകത്തിൽ വിശദമായിട്ട് എഴുതിയിരിക്കുന്നത്. എന്തായാലും ഈ വിവരം ടോബി ജോൺസൺ പുറത്തുവിട്ടതിന് തൊട്ടു പിന്നാലെ EP ജയരാജന്റെ പ്രതികരണം വന്നു. അദ്ദേഹം പറഞ്ഞത് ആത്മകഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, പ്രസിദ്ധീകരിക്കാൻ ആരെയും ഏൽപ്പിച്ചിട്ടില്ല,
തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് ജനങ്ങൾ എത്തുമ്പോൾ ബോധപൂർവം വിവാദമുണ്ടാക്കാൻ വേണ്ടി ചിലർ ശ്രമിക്കുന്നു, അതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്നൊക്കെയാണല്ലോ. ഈ പുസ്തകത്തിന് ഒരു ഭാഗത്ത് അദ്ദേഹം പറയുന്നുണ്ടല്ലോ, ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഇതിലെ ഭാഗങ്ങളൊക്കെ വിവാദമായേക്കാം എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അല്ലേ. മാത്രമല്ല ജീവനുള്ളിടത്തോളം ചെങ്കൊടിത്തണലിൽ എന്ന ഭാഗത്തിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയല്ലേ, മുകളിൽ എഴുതിയ കാര്യങ്ങളെ ആസ്പദമാക്കി 100% ആത്മാർത്ഥമായും സത്യസന്ധവുമായാണ് ഇതുവരെ കുറിച്ചതെന്നാണ് വിശ്വാസം. ഇതിനെതിരെയും കടന്നാക്രമണങ്ങൾ ഉണ്ടായേക്കാം, അതിനെയും കാര്യമാക്കുന്നില്ല. കാരണം ജീവിതത്തിലുടനീളം കായികമായും മാനസികമായും ഇത്തരം കടന്നാക്രമണങ്ങളെ നേരിട്ടാണല്ലോ ജീവിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഈ വിവരങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ അതും മറ്റൊരു വിവാദത്തിലേക്ക് കടക്കുമെന്ന ബോധത്തോടു കൂടിയാണല്ലോ ഇ.പി. ജയരാജൻ ഈ വരികളൊക്കെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് എങ്ങനെയാണ് ആത്മകഥ തൻ്റെ അല്ല എന്ന് പറഞ്ഞ് നിഷേധിക്കാൻ കഴിയുക? അങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ടല്ലോ ടോബി ഇതിനകത്ത്. തീർച്ചയായിട്ടും അദ്ദേഹം അത് എന്തുകൊണ്ട് നിഷേധിക്കുന്നു? ഒരു പക്ഷേ ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യം വരെ അദ്ദേഹം കൃത്യമായ വരികളിൽ കുറിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹം എന്തിനാണ് ഇപ്പോൾ ഈ ഒരു മാറ്റി പറയുന്നത് എന്നുള്ളൊരു സംശയം നമുക്കുണ്ടാകുന്നു. എന്തായാലും വലിയ സമ്മർദ്ദം അദ്ദേഹത്തിന് ഉണ്ടാകും. എന്തായാലും ഈ ചേലക്കര അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇത് പാർട്ടിക്ക് തിരിച്ചടിയാകുമോ എന്നുള്ളൊരു സംശയം കൊണ്ടാകാം, അല്ലെങ്കിൽ ഉന്നത നേതൃത്വങ്ങളിൽ നിന്നും ചില വിലക്കുകൾ വന്നിട്ടുള്ളത് കൊണ്ടാകാം അദ്ദേഹം ഇത് മാറ്റി പറയുന്നത്. എന്തായാലും അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇത് തന്നെയാണ്. അതായത് ഇതിന്റെ ഒരു അവസാന ഭാഗത്തായിട്ടാണ് ഈ 3 തെരഞ്ഞെടുപ്പുകളെ കുറിച്ച് പറയുന്ന ഭാഗത്ത് അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്, ഈ പുസ്തകം വരുന്ന സമയത്ത് ഒരു പക്ഷേ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയായിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നത്. ഈ ഒരു പുസ്തകത്തിന്റെ പ്രസിദ്ധീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് DC-യുമായി അദ്ദേഹം കരാറുണ്ട് എന്ന് തന്നെയാണ് DC ബുക്സ് നൽകുന്ന വിശദീകരണം. അവരിൽ നിന്ന് തന്നെയാണ് നമുക്ക് ഈ വാർത്ത ലഭിച്ചത്. അതുകൊണ്ട് തന്നെ അതിന്റെ ആധികാരികത എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി ഇപ്പോൾ താൽക്കാലികമായി ഇത് നിർത്തിവെച്ചിട്ടുണ്ട്. അതായത് ഇത് ഇന്ന് ഒരു 10:30 പുറത്തിറങ്ങുമെന്നാണ് DC ബുക്സിൽ നിന്ന് നമുക്ക് ലഭിച്ച വിവരം. പക്ഷേ നിലവിൽ വിവാദമായ സാഹചര്യത്തിൽ അത് സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് അത് നിർത്തിവെച്ചേക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത്രയും വിവാദമായ ഒരു സാഹചര്യത്തിൽ ചില തിരുത്തലുകൾ വരുത്താനുള്ള സാധ്യതയും നമ്മൾ മുന്നിൽ കാണുന്നു. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞ നിലപാടുകളിൽ നിന്ന് അദ്ദേഹം അതൊക്കെ ഒരുപക്ഷെ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുമായിരിക്കും. കാരണം അദ്ദേഹം തന്നെ പറയുന്നുണ്ടല്ലോ, ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, പുസ്തകം പുറത്തു വരുമ്പോൾ നിങ്ങൾ കാണൂ, നിങ്ങൾ വായിക്കൂ. അദ്ദേഹത്തിന് തിരുത്തൽ വരുത്താൻ കഴിയുമായിരിക്കും. പ്രസാധകർ എന്ന നിലയിൽ DC ബുക്സിനോട് അദ്ദേഹം അഥവാ അതിന്റെ പകർപ്പ് അദ്ദേഹം കൈമാറിയിട്ടുണ്ടെങ്കിൽ അതിൽ തിരുത്തൽ വരുത്തി മാറ്റി എഴുതാൻ കഴിയും. ഇതൊക്കെ അദ്ദേഹത്തിന് സാധ്യമായ കാര്യങ്ങളാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അതല്ലല്ലോ ടോബി. ഞാൻ ആരെയും പ്രസിദ്ധീകരണത്തിൽ ഏൽപ്പിച്ചിട്ടില്ല, ആത്മകഥ എഴുതുന്നതേ ഉള്ളൂ എന്നാണ്. മറുഭാഗത്ത് DC ബുക്സിന്റെ ഒരു കുറിപ്പ് കിടക്കുകയാണ് പൊതുസമൂഹത്തിന് മുന്നിൽ, ഇതിന്റെ പ്രസിദ്ധീകരണം അല്പം വൈകും എന്ന്. അതായത് അവർക്ക് പ്രസിദ്ധീകരിക്കാനുള്ള അവകാശമുണ്ട്, അത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്, അത് അല്പം വൈകും എന്നാണ് DC പറയുന്നത്. മറ്റൊന്ന്, അദ്ദേഹം ഈ പുസ്തകത്തിന്റെ ഭാഗത്ത് തന്നെ പറയുന്നത് ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഇതിലെ ഭാഗങ്ങൾ പുറത്തു വരുമ്പോൾ അത് വിവാദമായേക്കുമെന്ന്. അപ്പോൾ ഇ.പി. ജയരാജൻ തന്നെ സ്വയം അതിലെ വൈരുദ്ധ്യം, അദ്ദേഹം തന്നെ അതിന്റെ ഒരു വൈരുദ്ധ്യമായി മാറുകയാണ്. പുറത്തു വരുമെന്നൊരു പക്ഷെ അദ്ദേഹം പ്രതീക്ഷിച്ച് കാണില്ല. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ അദ്ദേഹം ഇത് മാറ്റി പറയുന്നത്. അദ്ദേഹം പ്രതീക്ഷിച്ചത് ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്ന സമയത്തോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഇന്ന് വൈകുന്നേരത്തോടു കൂടിയോ വല്ലോ ആയിരിക്കും ഈ പുസ്തകം പുറത്തു വരിക എന്ന് വല്ലതും ആയിരിക്കും അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ ഇന്ന് രാവിലെ തന്നെ ഈ വാർത്ത വരുമെന്ന് അദ്ദേഹം ഒരിക്കലും പ്രതീക്ഷിച്ച് കാണത്തില്ല. അത് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന തരത്തിലേക്ക് പോയേക്കാം എന്നുള്ളൊരു ആശങ്ക കൊണ്ടായിരിക്കാം ഇപ്പോൾ ഇത് തിരുത്തി പറയുന്നതെന്നാണ് നമുക്ക് തോന്നുന്നത്. ശരി ടോബി, ഞാൻ വരാം.